യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. നീ നേരത്തെ ഇങ്ങ് പോന്നോ? ഓഫീസിലെ ജോലിയൊക്കെ തീർത്തിട്ട് ഞാൻ വേഗം ഇറങ്ങിയതാ. എനിക്ക് ഇന്ദിരേട്ടനോടൊന്ന് സംസാരിക്കാൻ വേണ്ടി വീട്ടിൽ ചെന്ന് എന്തെങ്കിലും സംസാരിക്കാന്ന് വെച്ചാ അത് നടക്കില്ലല്ലോ. അതാ നേരത്തെ വന്ന് ഇവിടെ വെച്ച് സംസാരിച്ചിട്ട് പോവാന്ന് വിചാരിച്ചത്. അനുവേടത്തിന്റെയും വിച്ചുമോന്റെയും കാര്യത്തില് എന്താ ഇന്ദിരേട്ടന്റെ തീരുമാനം? അവരെ തിരിച്ചുകൊണ്ട് വരുന്നുണ്ടോ അതോ? എന്താ ഏട്ടനൊന്നും പറയാത്തെ? അമ്മ പറയുന്നത് സോന പറയുന്നതും എല്ലാം ഇന്ദിരേട്ടൻ കേൾക്കുകയോ അനുസരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ വിച്ചുമോനെ കുറിച്ചോ അനുവേടത്തെക്കുറിച്ചോ ഏട്ടനൊരു ചിന്തയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. വിച്ചുമോൻ പാവല്ലേ ഇന്ദിരേട്ട? അവൻ ഇന്ദിരേട്ടന്റെ മോനല്ലേ? ഏട്ടൻ കുഞ്ഞിനെ എങ്ങനെ അവഗണിച്ച നാളെ അവൻ വളർന്ന് വലുതാകുമ്പോ ഇന്ദിരേട്ടൻ എന്തെങ്കിലും ഒരു വില തരുമോ? അവന് ഇന്ദിരേട്ടനോട് സ്നേഹം ഉണ്ടാവോ? നമ്മൾ കൊടുക്കുന്നതല്ലേ ഏട്ടാ നമുക്ക് തിരിച്ചു കിട്ടൂ. ഇന്ദിരേട്ടന്റെ കൂടെ വേണം അവൻ വളരാൻ. ഇന്ദിരേട്ടൻ കടയിൽ പോകുമ്പോഴും വരുമ്പോഴും എല്ലാം അവനെ കൊഞ്ചിക്കാൻ പറ്റണം. അവന്റെ ഹീറോ അവന്റെ അച്ഛനായിരിക്കണം. അല്ലാതെ അച്ഛനെന്ന് വിളിച്ചിട്ട് മാത്രം കാര്യമില്ല ഇന്ദിരേട്ടാ. നീ പറഞ്ഞതെല്ലാം ഞാൻ ചിന്തിക്കാത്ത കാര്യങ്ങളൊന്നും അല്ല സത്യ. അനുവിനെയും മോനെയും വേഗം തിരിച്ചു കൊണ്ടുവരാൻ എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മുടെ വീട്ടിലെ അവസ്ഥ നിനക്കറിയാലോ സത്യ. നമ്മുടെ കുടുംബത്തിന് പുറത്തുള്ള ഒരാളോട് അനു വരുന്നു എന്ന് പറഞ്ഞതിന് അമ്മ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയെങ്കിൽ ഞാൻ അവളെ ശരിക്കും തിരിച്ചു വിളിച്ചുകൊണ്ട് വന്ന എന്തായിരിക്കും അവസ്ഥ? നമ്മുടെ സമാധാനം നമ്മളായിട്ട് തന്നെ കളയണോ? എന്ത് സമാധാനം? അനുവടത്തിയും കുഞ്ഞും ഇല്ലാതെ ഇന്ദിരേട്ടന് സമാധാനം കിട്ടുമോ? എന്റെ സമാധാനം മാത്രമല്ലേ പോകുന്നുള്ളൂ. അത് ഞാൻ സഹിച്ചാ പോരെ? അനുവും കുഞ്ഞും അവളുടെ വീട്ടിൽ സമാധാനത്തോടെ കഴിയട്ടെ. അമ്മയും സോനയും പ്രശ്നങ്ങളില്ലാതെ ഇവിടെയും കഴിയട്ടെ. ഞാൻ എന്റെ സമാധാനം നോക്കാൻ പോയാ മറ്റുള്ളവരുടെ എല്ലാം സ്വസ്ഥതയും സ്വൈര്യവും നഷ്ടപ്പെടും. അത് വേണ്ട. ഇതൊന്നും പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമല്ല ഇന്ദിരേട്ടാ. ഇത് ശരിക്കും പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാൻ പറ്റാതെയുള്ള ഒളിച്ചോട്ടമാണ്. ശരിക്കും ഇതല്ല ചെയ്യേണ്ടത്. ഇന്ദിരേട്ടൻ പഞ്ചരത്നത്തിൽ പോയി അനുവടത്തെയും വിച്ചുമോനെയും വിളിച്ചോണ്ട് വന്ന് വീട്ടിൽ താമസിപ്പിക്കണം. എടാ, അത് സോനയും അമ്മയും എതിർപ്പുണ്ടാവുന്നല്ലേ? എതിർക്കട്ടെ, വഴക്കുണ്ടാകട്ടെ. പറഞ്ഞ് വാ വേദനിക്കുമ്പോ തനിയെ നിർത്തിക്കോളൂ. അതല്ല സത്യ. സോനയെ തിരിച്ചു കൊണ്ടുവരാൻ ഞാൻ അവൾക്ക് കൊടുത്ത വാക്ക്. വിവരമില്ലാതെ അവള് പറയുന്ന താളത്തിനൊക്കെ ജീവിതകാലം മുഴുവൻ തുള്ളാൻ ഇന്ദിരേട്ടനെ കൊണ്ട് പറ്റുമോ? ശരി, ഞാൻ വേറൊരു കാര്യം ചോദിക്കാം. നാളെ എനിക്കും സോനയ്ക്കും ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടായി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാ ഇന്ദിരേട്ടൻ ഒന്നും പറയാതെ മിണ്ടാതെ നിൽക്കുമോ? ഇല്ല. അതെന്താ അങ്ങനെ? അത് ഞാൻ ഇന്ദിരേട്ടന്റെ കൂടപ്പിറപ്പായതുകൊണ്ട്, നമ്മളെല്ലാവരും ഒരു കുടുംബമായതുകൊണ്ട്. ശരിയല്ലേ? അപ്പോ അനുവടത്തിയും കുഞ്ഞും ആരാ? അവരാണ് ശരിക്കും ഇന്ദിരേട്ടന്റെ കുടുംബം. അതെന്താ ഇന്ദിരേട്ടൻ മനസ്സിലാക്കാത്തെ? നീ പറയുന്നത് 100% ശരിയാണ് സത്യ. ഇതിന്റെ എല്ലാ ഇടയിൽ കിടന്ന് ശ്വാസം മുട്ടി ഞെരിയുന്നത് ഞാനാ. ഇതെല്ലാം തീർക്കാൻ ഇന്ദിരേട്ടന് മാത്രമേ പറ്റൂ. ഇങ്ങനെ പോയാ
ഇതിന്റെ എല്ലാം നഷ്ടം അനുഭവിക്കേണ്ടി വരുന്നതും ഇന്ദിരേട്ടൻ മാത്രമായിരിക്കും. സത്യ, എന്റെ മനസ്സിലുള്ളത് ഞാൻ നിന്നോട് പറഞ്ഞു. അവരെ രണ്ടുപേരെ എത്രയും പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരണമെന്നാ എന്റെ ആഗ്രഹം. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്നെ കൊണ്ട് അത് സാധിക്കില്ല. നീ എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യുന്നൊന്നും എനിക്കറിയത്തില്ല. എങ്കിലും അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നത് എന്തായാലും അത് നീ ചെയ്യണം, എനിക്ക് വേണ്ടി. ഞാൻ ശ്രമിക്കാം ഇന്ദിരേട്ടാ. രാമനാഥനാണുള്ളത്. ബാലൻ ഇവിടെ ഉണ്ടായിരുന്നോ? എപ്പോ വന്നു? ഞാൻ രാവിലെ വന്നാ. ഓ, ചീരുമോള് കുറച്ചു ദിവസം ഇവിടെയാ. ആണോ? ആ, അനുപമി ഉണ്ടല്ലോ. 3 മക്കളും അടുത്തുള്ളതിന്റെ സന്തോഷം ഭാഷന്റെ മുഖത്ത് കാണാനുണ്ടല്ലോ. അതിലും സന്തോഷമല്ലേ എനിക്ക് രാമനാഥനെ കണ്ടപ്പോ. ബാലനെ പോലെ തന്നെ മരുമകളെ കാണാൻ രാമനാഥന് ഇത്രയിടം വരെ വന്നല്ലോ. ആ, എവിടെ ദേമോള്? ആ, കുളിക്കാ. അങ്കിള് കേറി വാ, അകത്തിരിക്കാം. ഓ, ആയിക്കോട്ടെ. അച്ഛൻ ഒറ്റയ്ക്കാണോ വന്ന്? അതേ മോളെ, ട്രഷറി വന്നപ്പോ പെട്ടെന്ന് നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. ആ, മോൾക്ക് സുഖാണല്ലോ? അതെ അച്ഛ, അച്ഛന് കൃത്യമായിട്ട് മരുന്നൊക്കെ കഴിക്കുന്നുണ്ടല്ലേ? അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്നത് മാഷേ. മോള് സിന്ദൂരം തൊട്ടില്ലേ? അയ്യോ ഇല്ലച്ച, ഞാൻ കുളിച്ചിപ്പോ വന്നേ ഉള്ളൂ. പൂജാമുറിയും തൊടാം. ആ, നമ്മോള് ചെല്ല്. ഓ, ചെല്ലുമുറി വാ വാ. ആ, ചീരുമോളെ കണ്ടില്ലല്ലോ. അവള് മക്കൾക്ക് പാല് കൊടുക്ക. ഞാൻ വിളിക്കാം. ആ, ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഇപ്പൊ വിളിക്കണ്ട. ആളിവിടെ ഉണ്ടല്ലോ. ആ, ഞാൻ സാവധാനം കണ്ടോളാം. ഏതായാലും നിങ്ങളുടെയൊക്കെ ഭർത്താക്കന്മാര് വലിയ മനസ്സുള്ളവരാ. അച്ഛനെ കാണണമെന്ന് തോന്നുമ്പോ അവര് നിങ്ങളെ സന്തോഷത്തോടുകൂടി ഇങ്ങോട്ട് അയക്കുന്നുണ്ടല്ലോ. ഇന്ദ്രന്റെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക്. അവന്റെ അമ്മയുടെ സ്വഭാവം വെച്ച് മരുമക്കളെ സ്വന്തം വീട്ടിൽ അയക്കാൻ സമ്മതിക്കില്ല. എന്നിട്ടും ഇന്ദ്രൻ അമ്മേനെ ധിക്കരിച്ചും അനുവിന്റെ അച്ഛനെ കാണാൻ വരുന്നില്ലേ? ആ, ചിരുമോളെ, മക്കളുറങ്ങിയോ? ഇല്ലെങ്കിലേ അവര് പാല് കുടിച്ചിട്ട് കളിക്കുക. ആ, വിനയനെയും സമ്മതിക്കണം കേട്ടോ. 2 കുഞ്ഞുങ്ങളെയും ഭാര്യയും കാണാതെ അവനും അവന്റെ വീട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ടല്ലോ. പോരാത്തതിന് അച്ഛനും അങ്ങ് പോന്നു. ഏതായാലും എല്ലാരെയും ഒരുമിച്ച് കാണുമ്പോ മനസ്സിന് നല്ല സന്തോഷം തോന്നുക മാഷേ. രാമനാഥനെല്ലാം നല്ല മനസ്സോടെ കാണുന്നതുകൊണ്ടാണ് ഈ സന്തോഷം. രാമനാഥന്റെ ഈ മനസ്സ് ശബരിക്കും ഓ കിട്ടിയിട്ടുണ്ട്. ഈശ്വര, അത് ഞങ്ങളുടെയൊക്കെ ഒരു ഭാഗ്യ. ഞാൻ ഇങ്ങോട്ട് പോന്നതേ ചിലപ്പോ അവൻ ഇഷ്ടപ്പെട്ട് കാണത്തില്ല. ഞാൻ ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് ഇനി 2 ദിവസത്തിന് അവന് ഭാര്യ വീട്ടിലോട്ട് വരാൻ പറ്റത്തില്ലല്ലോ. ബാല, ഞാൻ ചീരുമോളുടെ മക്കളെ ഒന്ന് കാണട്ടെ. അവരെ എനിക്ക് ഇതുവരെ കണ്ണു നിറയൊന്ന് കാണാൻ പറ്റിയിട്ടില്ല. ദേ, എന്റെ കൂടെ ഒന്ന് വരൂ. മുളിച്ചെല്ലും. ആ